BJP നേതാവ് വി രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വി രാജേഷ്, കഴിഞ്ഞ 2 ആഴ്ചയായി ജനം ടിവിയുടെ ഒരു പ്രത്യേക ക്യാമ്പയിൻ മാഫിയ വാഴും ദേവസ്വം എന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നഷ്ടപ്പെട്ട ഭൂമി, അതോടൊപ്പം തന്നെ മറ്റ് സ്വർണം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ സ്പെഷ്യൽ തഹസീൽദാരെ മറ്റും നിയമിച്ചുകൊണ്ട് ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. ഈ ദേവസ്വം ഭൂമി നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. പക്ഷേ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും ഏതാണ്ട് 25,000-നും 30,000-നും അടുത്ത ഏക്കർ ഭൂമി ദേവസ്വം ബോർഡിൻ്റേത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രം, അല്ലെങ്കിൽ വിവിധ ബോർഡുകളുടെ കീഴിൽ. അങ്ങനെ എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തോട് പ്രതികരിക്കുന്നത് ശ്രീ വി രാജേഷ്? വളരെ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ജനം TV ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വർഷങ്ങളായി, 1-2 ദിവസമല്ല, വർഷങ്ങളായി. പക്ഷേ പറയുവാനുള്ള ധൈര്യം പല മാധ്യമങ്ങളും കാട്ടാത്തത് കൊണ്ടും അതിലിടപെടുവാനുള്ള ധൈര്യം ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടുമാണ് ഈ വിഷയം ഇത്തരത്തിൽ അങ്ങ് ഒരുവിധം ഒന്ന് തേഞ്ഞു മാഞ്ഞു പോകുന്നത്. പക്ഷേ വളരെ സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ CP നായർ സാർ, മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന CP നായർ സാർ, അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്നു. അതിനുശേഷം ഞാൻ മറ്റു ചില വിഷയങ്ങൾ സംസാരിക്കുന്നതുമായിട്ട് അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞത്, ശാർക്കര ക്ഷേത്രത്തിന് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു. ശാർക്കര ക്ഷേത്രത്തിന് അതിൻ്റെയൊക്കെ രേഖകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിട്ട് ഇത് അളക്കാൻ ചെന്നപ്പോഴേക്കും നാമമാത്രമായ ഭൂമി മാത്രമാണ് ഇപ്പോൾ ശാർക്കര ക്ഷേത്രത്തിനുള്ളത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ എന്ന ഒരു ക്ഷേത്രത്തിന്റെ, ഈ ശബരിമല വിഷയമൊക്കെ വളരെ സജീവമായ ചർച്ചയായപ്പോഴേക്കും പെരുമ്പാവൂരിൽ നിന്ന് ഒരു ക്ഷേത്രത്തിന്റെ അധികൃതർ, ആ കുടുംബം ബന്ധപ്പെട്ടിരുന്നു. അവർ 200 കിലോ സ്വർണവും 400 ഏക്കർ ഭൂമിയുമാണ് അന്ന് ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോഴേക്കും കൈമാറിയത്. ഇപ്പോൾ അവർ ഒരു 4-5 വർഷം മുമ്പ് അവർ വിവരാവകാശം കൊടുത്തു. ഈ 200 കിലോ സ്വർണവും 400 ഏക്കർ ഭൂമിയും എവിടെയാണെന്ന് ചോദിച്ചിട്ട് വിവരാവകാശത്തിന് മറുപടി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ചെറിയ ചെറിയ വിവരങ്ങൾ പുറത്തു വരുന്നതാണ്. പക്ഷേ അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങൾ കൈമാറുമ്പോഴേക്കും നല്ല വലിപ്പത്തിൽ കിലോ കണക്കിന് സ്വർണം ഉൾപ്പെടെയാണ് കൈമാറിയിട്ടുള്ളത്. ഇതൊന്നും തന്നെ കാണാനില്ല എന്നുള്ളത് അങ്ങേയറ്റം തന്നെ ഒരു വലിയൊരു ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതിലേക്ക് വെളിച്ചം വീശണം, അത് പുറത്തു കൊണ്ടുവരണം. മറ്റൊന്ന്, മാഫിയ വാഴും ദേവസ്വം എന്ന് പറയുന്നത് അങ്ങേയറ്റം തന്നെ ശരി തന്നെയാണ്. കാരണം ഞാൻ പല ചാനൽ ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, 2010-13 കാലഘട്ടത്തിൽ ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു 2 ആഴ്ച പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലുമായിട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് അന്നത്തെ ടോൾ പിരിവിലെ കൊള്ളയ്ക്കെതിരെ ഒരു സമരം നടത്തിയത്. കേരളം വളരെ വലിയൊരു പിന്തുണ വന്നു. ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ട് അന്നാണ് ആ ടോൾ പിരിവിന്റെ പേരിലുള്ള കൊള്ള ഭക്തന്മാരെ, അതായത് ശബരിമലയിൽ പമ്പയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൊള്ളയടി തുടങ്ങുകയായിരുന്നു. 500-1000 രൂപയാണ് ഒരു റെസിപ്റ്റോ വൗച്ചറോ നൽകാതെ ഇവർ നിലയ്ക്കൽ ടോൾ പ്ലാസയിൽ നിന്നും പിരിക്കുന്നു. ഒരു കാറൊക്കെ പോകുന്നതിന് 1000-2000 രൂപയാണ് ഇവർ വാങ്ങുന്നത്. ബസ്സിൽ 49 പേര് പോകുന്ന ഒരു ബസ്സിൽ 50ാമത് ഒരാൾ കൂടിക്കഴിഞ്ഞാൽ 25,000 രൂപയാണ് ഇവർ വാങ്ങിക്കൊണ്ടിരുന്നത് ടോളിന് വേണ്ടി. ഇത് ഞങ്ങൾ കയ്യോടെ പിടികൂട്ടിയാണ് സമരം തുടങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച നിലയ്ക്കൽ, പമ്പ, സന്നിധാനം ഒക്കെ തന്നെ ഞാൻ താമസിച്ചുകൊണ്ടാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോഴൊക്കെ ഞെട്ടിക്കുന്ന സംഗതികളാണ് വന്നത്. ഇപ്പോൾ ഈ വിഷയം അതല്ലെങ്കിൽ ഞാൻ സൂചിപ്പിക്കാം, അവിടെയൊക്കെ ഉള്ള ഈ ടീ സ്റ്റാള്, അതിലൊക്കെ മിനിമം ജില്ലാ കളക്ടർ ഫിക്സ് ചെയ്യുന്ന ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഉള്ള ഭക്ഷണ സാധനങ്ങളല്ല കൊടുക്കുന്നത്. ഇതിലൊക്കെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്ക്, ഭാരവാഹികൾക്ക്, അതോടൊപ്പം തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് രൂപ കമ്മീഷൻ ചെല്ലുന്നതുകൊണ്ട് ഇവരൊന്നും ഇതിൽ ഇടപെടില്ല. എത്ര പ്രതിസന്ധി ഉണ്ടായാലും വളരെ സജീവമായിട്ട് ഈ ക്യാമ്പയിനിങ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ വി രാജേഷ്. ജനം TV ക്യാമ്പയിൻ മാഫിയ വാഴും ദേവസ്വത്തോട് പ്രതികരിച്ചതിന് BJP സംസ്ഥാന സെക്രട്ടറി വി രാജേഷാണ് പ്രതികരിച്ചത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത് ദേവസ്വം ഭൂമി തിരിച്ചുപിടിക്കുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ തഹസീൽദാരെ നിയമിച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. എന്നാൽ വലിയ പ്രഖ്യാപനം നടത്തിയെങ്കിലും അത് എങ്ങും എത്തിയില്ല. കണക്കിൽ മാത്രം 25,000 ഏക്കർ ഭൂമിയാണ് ദേവസ്വം ബോർഡിന് നഷ്ടമായത്. ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നുവെന്ന് ഹിന്ദു ഐക്യവേദിയുടെ മുതിർന്ന നേതാവ് ES ബിജു പ്രതികരിച്ചിരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത് അരുൺ കൊടുങ്ങൂരാണ്.